ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു ക്രോക്കിയുടെ മേലെ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിലൊരു ഗാർമെൻറ്റ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. അതുകൂടാതെ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഞാൻ വരുത്തിയൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ ഇതിൽ തിരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഞാൻ ഒരു ടൂളൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്, ക്ലിപ്പിംഗ് മാസ്ക്, ലെയേഴ്സിലുള്ള ക്ലിപ്പിംഗ് മാസ്ക്. ആ ടൂളൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ലേറ്റ് ആവാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്ക് എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് തിരുത്തണം എന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് സത്യത്തിൽ അത് ട്രാൻസ്ഫോം ടൂളായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി സെലക്ഷൻ ടൂൾസ് നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടിപ്സൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിൽ ഷേപ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ വീഡിയോ, അതിൽ നമ്മൾ ഈ ഒരു എസ് ഷേപ്പുള്ള ടൂളില്ലേ, ഇതാണ് സെലക്ഷൻ ടൂൾ വരുന്നത്. ഓട്ടോമാറ്റിക്, ഫ്രീ ഹാൻഡ്, റെക്റ്റാങ്കിൾ, എലിപ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും പറയും, ഓരോ ഇങ്ങനെ ഓരോ വീഡിയോസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ ഇതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ടൂളാണ്. അപ്പോൾ നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും സെലക്ഷൻ ടൂള്. ഈ ആരോ മാർക്ക് കാണുന്ന ടൂളില്ലേ, ഇത് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ടൂളാണ് കേട്ടോ. ട്രാൻസ്ഫോം ടൂൾ ഇപ്പം ഫ്രീ ഫോം, യൂണിഫോം, ഡിസ്റ്റോർട്ട്, വോപ്പ്, ഇതൊക്കെ ഞാൻ സെലക്ഷൻ ടൂളായിട്ട് പരിചയപ്പെടുത്തിയതായിരുന്നു. അത് ട്രാൻസ്ഫോം ടൂളാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പെല്ലാം മാറ്റുക, ട്രാൻസ്ഫോം ചെയ്യുക. അതാണ് ഷേപ്പ്. ഇപ്പോൾ യൂണിഫോം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം നമ്മൾ ഇത് സെലക്ട് ചെയ്തു, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ സൈഡിൽ നിന്നും ഒരേ രീതിയിൽ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെയിം പ്രപ്പോർഷനിൽ തന്നെ മാറ്റണമെങ്കിൽ നമ്മൾ യൂണിഫോം എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഷേപ്പിനെ, ആ സൈസിനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്ന ടൂളാണ് ഈ ഒരു ടൂള്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ പക്ഷെ നമ്മളില്ലേ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ സെലക്ഷൻ, ഒരു സംഭവം സെലക്ട് ചെയ്ത് അതിനെ ആണല്ലോ മാറ്റുന്നത്. അപ്പോൾ സെലക്ഷൻ ടൂൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുക. പക്ഷെ അതല്ല, ഇതാണ് ശരിക്കും സെലക്ഷൻ ടൂൾ. ഇത് ട്രാൻസ്ഫോം ടൂളാണ് കേട്ടോ. അതൊന്ന് എനിക്ക് തിരുത്തണം എന്നുണ്ടായിരുന്നു. സോ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു. സോ തെറ്റൊരിക്കലും പഠിപ്പിക്കാൻ പാടില്ല, അതെൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് സോറി. നമുക്ക് ഇങ്ങനെ തന്നെയാണ്, ഓരോന്ന് ചിലപ്പോൾ ഓരോ തെറ്റുകൾ പറ്റും, അപ്പം നമുക്കത് തിരുത്തി അങ്ങനെയൊക്കെ പോവാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുന്നതിന് മുൻപും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഗാർമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ട് അല്ലേ. അത് കുർത്താവാം, അല്ലെങ്കിൽ ഒരു പാൻറ്റും ഷർട്ട് അല്ലെങ്കിൽ ടോപ്പ് അങ്ങനെ ആവാം, അല്ലെങ്കിൽ സ്കേർട്ടാവാം, അല്ലെങ്കിൽ എന്തോ ഒരു ഗൗൺ ആവാം, ബ്രൈഡൽ വെയർ ആവാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയർസ് ഉണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിന് നമുക്ക് ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ പിൻട്രസ്റ്റൊക്കെ ഒന്ന് ഒരുപാട് തപ്പിയെടുക്കുക. അതിന് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എന്താണെങ്കിലും നമ്മൾ ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കില്ല നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലേ. ഈ ഒരു സംഭവമാണ് നിങ്ങൾ ഡിസൈൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ. അത് നിങ്ങളുടെ ഒരു ഡിസൈനായിട്ട് മാറും. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഇൻസ്പിറേഷൻ നമ്മൾ എടുത്ത് വെക്കുക എന്തെങ്കിലും. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പം നമുക്കത് എന്ത് ചെയ്യാം, അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ടോപ്പും സ്കേർട്ടുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു റെഫറൻസ് ഇമേജ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ എടുക്കുകയാണ് കേട്ടോ. അതെടുത്തു. അപ്പോൾ നമ്മൾ നോക്കുക അതിപ്പോൾ ഏത് ലെയറിലാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയറിലാണ് അത് ഇൻസേർട്ടായി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ടോപ്പ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണാം ഓട്ടോമാറ്റിക് ഫ്രീ ഹാൻഡ് റെക്റ്റാങ്കിൾ എലിപ്സ്. ഞാനിതിൽ ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. കാരണം എനിക്കിത് ഈ ഷേപ്പിൽ വരച്ച് കിട്ടണം, അതുകൊണ്ട്. എന്നിട്ട് ഞാനിത് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ നോക്കട്ടെ, നമുക്ക് ഈ ഷേപ്പാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ ഒരു ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി. സോ ജസ്റ്റ് കോപ്പി, വേറൊരു ലെയർ എടുക്കുക. ഇതേ ലെയറിൽ ഒരിക്കലും ഇൻസർട്ടഡ് ഇമേജ് ലെയറിൽ എടുക്കരുത്. ഞാൻ വേറൊരു ലെയർ എടുത്തു. അതിൽ ഞാനിത് എന്ത് ചെയ്യാൻ പോവാണ്? പേസ്റ്റ്. എവിടെയാണ് പേസ്റ്റ് ചെയ്യുന്നത്? ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത രീതിയിലാണിത് വരുന്നത് അല്ലേ. നമ്മൾ ഈ വാർപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോം ടൂൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൈയൊക്കെ ഒന്നിങ്ങനെ ഇതിനൊന്ന് ശരിക്കുള്ള രീതിയിലൊന്നാക്കി കൊടുക്കുക കേട്ടോ. ഇനി വരയ്ക്കുമ്പോൾ നമുക്കതെന്താക്കാം? റെഡി ആക്കിയിട്ട് വരയ്ക്കാം. നമുക്ക് ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഏകദേശം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്കേർട്ടും കൂടെ ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു സ്കേർട്ടൊക്കെ എത്ര ലെങ്ത്തിൽ വേണം എന്നൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ലെയറിൻ്റെ മേലെയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഹെയർ സ്റ്റൈലിൻ്റെ മേലെയായിട്ട് വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ മേലെ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് ആക്കാം. അതിൻ്റെ മേലെ എല്ലാ പരിപാടികളും ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണു. എന്ത് ചെയ്യണു? ഇതൊക്കെ നമുക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ആക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മേലെ വേറൊരു ലെയർ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യാൻ പോണത്? ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഒപ്പേസിറ്റി കുറയ്ക്കുക. ഒപ്പേസിറ്റി ഞാൻ കുറച്ചു. ഓക്കെ, ഞാൻ ഈ ഒരു ഹെയർ ഹൈഡ് ചെയ്യണേ. ആ ഹെയർ ഞാൻ ഹൈഡ് ചെയ്ത് ഇതിൻ്റെ മേലെ ചെയ്തിട്ട് പിന്നെ ഞാൻ റെഡിയാക്കിക്കോളാം. ഓക്കെ, ടെക്നിക്കൽ പെൻ തന്നെ എടുക്കുകയാണ്. എന്നാൽ നമുക്ക് സ്കേർട്ട് വേറൊരു ലെയറിലാക്കാം. ഈ ലെയറിൻ്റെ നെയിം നമുക്ക് ടോപ്പ് എന്നാക്കാം കേട്ടോ.
ഈ ലെയറിൻ്റെ തന്നെ നമുക്ക് സ്കേർട്ട് നോക്കാം. സ്കേർട്ട് ലെയറിൽ നമുക്ക് സ്കേർട്ടിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാം. കണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ ഒപ്പേസിറ്റി കുറച്ചില്ല. നമ്മളിതിൽ പോയി ഒപ്പേസിറ്റി കുറയ്ക്കാം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ, കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവുള്ളൂ വരയ്ക്കണമെങ്കിലേ. ഞാനിതിലിപ്പോൾ പൂ കൊടുക്കണോ വേണ്ടെന്നൊന്നും തീരുമാനിച്ചില്ല. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, പൂ വേണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, നമ്മളിതാ ഇങ്ങനെയാണത് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളിനി ഇതിൽ ഒരു ബേസ് കളറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒരു ബേസ് കളറ് ഞാനൊരു ക്രീം കളറ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിന് കൊടുത്തു. 1 മിനിറ്റ്, ടോപ്പാണ് കേട്ടോ, സോറി, ടോപ്പ്. അതാണ് ആ ലെയർ എടുക്കണം. ടോപ്പ് എടുത്തു, എന്നിട്ട് അതിൽ കൊടുത്തു. ഇനി സ്കേർട്ട് എന്ന് പറഞ്ഞ ലെയർ എടുത്തു, അതിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയേഴ്സിലായിട്ട് കൊടുത്തു. ഓക്കെ, ഇതിൽ ഈ ഒരു ഭാഗത്തും കൂടെ കൊടുക്കാനുണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു ബേസ്, എപ്പോഴും ഒരു ബേസ് കൊടുക്കണം എന്ന് ഞാൻ പറയലുണ്ടല്ലോ അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫോൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡിങ്ങും കൂടെ കൊടുക്കാം കേട്ടോ. അതും കൂടെ ഞാനിപ്പോൾ തന്നെ ചെയ്യുകയാണേ. ആ ഫോൾസൊക്കെ ഒന്ന് കറക്റ്റാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഒരു ടൂളും കൂടെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ലെയേഴ്സിലുള്ള ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഗാർമെൻറ്റ് എന്ന് പറയുമ്പം ഫാബ്രിക് റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ തന്നെ ഒരു സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ പല ടൈപ്പ് ഗാർമെൻറ്റ്സ് ഇപ്പം മാർക്കറ്റിൽ ഫാബ്രിക്സ് അവൈലബിൾ ആണ് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഷിയർ എഫക്റ്റ് കൊണ്ടുവരണം എന്ന് വിചാരിക്കും, ഈ ജോർജറ്റ് പോലത്തത്. അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്യാം? അത് ഫാബ്രിക്കിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ. അതുപോലെ ഡെനിം, ലിനൻ, വൂൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട്. സോ അത് നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നായിട്ട് പതുക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വളരെ എളുപ്പത്തിൽ ഒരു ഗാർമെൻറ്റ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത്. എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് പണിയുണ്ട് അതിൻ്റെ മേലെ. നമ്മളൊന്നാക്കി വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊജക്റ്റ് റെഡിയാക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റിയൊരു വഴി. ഇതിൽ ഞാൻ എൻ്റെ ഒരു ഡിസൈനും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച എൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഡിസൈന് ഞാൻ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും നമുക്കിതിൽ പഠിക്കാം. സോ ഇപ്പം ഞാൻ ഈ ഫോൾസൊക്കെ ഒന്ന് ഇതിലിങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഇത് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബ്രഷിൽ സോഫ്റ്റ് ബ്രഷ് എടുക്കാം, എന്നിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ലെയറിലാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ചെയ്തത് സ്കേർട്ട് ലെയറിലാണ്. സാരമില്ല, നമുക്ക് ഈ ടോപ്പും സ്കേർട്ടും ലെയറില്ലേ, അത് നമുക്ക് സെയിം ലെയർ ആക്കാം. രണ്ടും കൂടെ ഒരുമിച്ചാക്കണം കേട്ടോ. സോ ഞാൻ ഈ ടോപ്പും സ്കേർട്ടും ഒരു ലെയറാക്കി. എന്നാൽ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ തന്നെ
പഠിച്ചതാണ്. ജസ്റ്റ് പിൻ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതെടുക്കുകയാണെങ്കിൽ മേർജ് ഡൗൺ, കമ്പൈൻ ഡൗൺ എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പിൻ ചെയ്യുക, അപ്പോൾ ഒറ്റ ലെയർ ആവും. ഞാനത് ഒരു ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ, അതാ കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഷെയ്ഡിങ്ങും കാര്യമൊക്കെ ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ ആ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക കേട്ടോ. ഒരു ഇതായി പോകണ്ട, ഒരു നമ്മുടെ ഈ ബസ്റ്റ് ഏരിയ വല്ലാതെ ഒന്ന് പ്ലെയിനായി പോകണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക ചെയ്യുമ്പം. ഏകദേശം ബസ്റ്റ് എവിടെ വരികയെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഒരു ഇതൊക്കെ ഒരു പ്ലെയിൻ ആയതുപോലെ അല്ലേ, നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്ത് അവിടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഏകദേശം ഇവിടെ ആയിരിക്കുമല്ലോ വരിക, അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിലൊരു റിബണാണ് ഉള്ളത്, അല്ലെ ഒരു ബോ ആണുള്ളത്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ബോ അല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്ലെയിൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻ എന്തെങ്കിലും ഇതിൽ വേണ്ടേ, അല്ലാതെ ഈ ബോ ഞാൻ എന്താക്കുകയാണ് ഇവിടെ കൊടുക്കുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ ഡിസൈനായില്ലേ. ഇതല്ല, ഇതിന് വേറൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് വേറെ തന്നെ ഒരു ഗാർമെൻ്റ് ആവും കേട്ടോ. ഈ ഒരു ഗാർമെൻ്റ് അല്ലാതെ വേറെ തന്നെ ഒരു ഗാർമെൻ്റ് ആയിട്ട് മാറും. ആ ഷെയ്ഡിങ് ആണ് ശരിക്കും എല്ലാത്തിൻ്റെയും എല്ലാ ആർട്ട് വർക്കിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ, ഒരു വർക്ക് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ നമുക്കിതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ബ്ലെൻഡ് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ എടുത്താൽ നല്ല ഭംഗിയാവും. ഇതിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ പ്രശ്നം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഈ ഒരു എന്താ പറയുക
ഈ സ്കേർട്ടിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു കംപ്ലീഷൻ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ എന്താണ് ബാക്കിലുള്ളതും ഇങ്ങനെ ചെയ്യണം. അതും കൂടെ ഇപ്പം തന്നെ ചെയ്തേക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ക്ലിപ്പിംഗ് മാസ്കിലോട്ട് പോവാം. ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്ഷൻ വരിക കേട്ടോ. എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു ടീച്ചറുണ്ട്. ആ മാം എപ്പോഴും പറയുന്ന കാര്യം, ഒരു ചെറിയൊരു ഡോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈനാണെങ്കിൽ ആ പിക്ചറിൻ്റെ ഇത് മാറും എന്നുള്ളത് ആ മാം പറഞ്ഞ് ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായതുപോലല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ നമുക്ക് സ്കേർട്ടും കൂടെ ചെയ്യാം കേട്ടോ. യെസ്, അപ്പം ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ബ്ലാക്ക് കളറായിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ടെക്സ്റ്റൈൽ ഡിസൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇതുവരെ എവിടെ ഇല്ല. കാരണം എന്താ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡ്രസ്സാണ്. ആ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ വേറെ സീരീസ് ആക്കിയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റൈൽ ഡിസൈനിങ് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ പ്രക്രിയയിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. അത് പതുക്കെ പഠിക്കാം. ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ആ ഒരു ഡിസൈൻ ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനേ. ഈ ഒരു ഡിസൈനാണ്, ഇത് ഞാൻ ചെയ്ത ഒരു ഡിസൈനാണ് കേട്ടോ. ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഞാൻ ചെയ്ത് വെച്ച ഒരു സംഭവമാണ്, ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലോറൽ പാറ്റേൺ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ടോപ്പില്ലേ, ഈ ടോപ്പിൻ്റെ മേലെയായിട്ടാണ് ഈ ലെയർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഞാൻ ഇതിൻ്റെ മേലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഞാൻ ഈ
ഒന്നേ നമുക്ക് ചെറിയ ചെറിയ പാറ്റേൺ ആക്കിയിട്ട് ടോപ്പിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞാക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കേർട്ടിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കട്ടെ. ഓക്കെ, ഞാനിതിങ്ങനെ കൊടുക്കുകയാണ്, ഇവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ആ ലെയർ എടുത്തു, ക്ലിപ്പിംഗ് മാസ്ക്. സീ ദിസ് എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, ജസ്റ്റ് ഈ ഒരു ലെയർ ഈ ടോപ്പ് എന്നുള്ള ലെയർ, അതിൻ്റെ മേലെയായിട്ടൊരു ലെയർ ഇൻസേർട്ടഡ് ഇമേജ്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഇമേജ്, ആ ലെയറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ട്. ആ ക്ലിപ്പിംഗ് മാസ്ക് അപ്പോൾ നമ്മൾ ആ ലെയർ എന്ത് ചെയ്തു, ആ പിക്ചർ ഏതാണോ ഇതിലേക്ക് ആക്കേണ്ടത് അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു അല്ലേ. എന്നിട്ട് നമ്മൾ ആ ക്ലിപ്പിംഗ് മാസ്ക് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, മൈ ഡിസൈൻ, എൻ്റെ മാത്രം ഒരു ഡിസൈൻ. ഇതിലേക്ക് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബോയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ രസം ഉണ്ടാവുമോ എന്നുള്ളത് നോക്കാം. കാണുന്നില്ല അല്ലേ? നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഇതിൻ്റെ മേലെ വേണ്ട വേറൊരു ലെയർ എടുക്കാം. ആ ലെയറിൽ ഞാനൊരു ബോ ഓക്കെ, ഇങ്ങനൊരു ബോ ചെയ്തു. നടുവിലായിട്ട് ഒരു സർക്കിളും കൊടുത്തു. നമുക്ക് നോക്കാം ഭംഗിയുണ്ടോ. ഭംഗിയുണ്ടെങ്കിൽ ചെയ്താൽ മതി. രസമുണ്ടല്ലേ? നമുക്ക് ഇത് ഇങ്ങനെയായിട്ട് യെസ്. ഓക്കെ, നമുക്ക് നമുക്കിനി ഈ ബോയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു കളർ എടുക്കാം, എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാം. ഞാനൊരു പൂ തന്നെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇതള് പോലെ അങ്ങനെ വരയ്ക്കാം അല്ലേ, കുഞ്ഞി കുഞ്ഞി പൂക്കൾ. ഇങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ ഇല്ല അല്ലേ? ഇത് എൻ്റെ ഡിസൈനാണ്. ഇങ്ങനത്തെ ഒരു ടച്ച് സ്റ്റൈൽ ഡിസൈനിങ്ങും ഇങ്ങനത്തെ ഒരു ടച്ച് സ്റ്റൈലും ഇല്ല. കാരണം ഈ ഫ്ലോറൽ പാറ്റേൺ എൻ്റെ മാത്രം പാറ്റേൺ ആണ്, ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം ഡിസൈനായിട്ട് മാറി അല്ലേ? ഇതിപ്പോൾ വേറൊരു ലെയറിലല്ലേ ചെയ്തത്, നമുക്ക് സെയിം ലെയറിലാക്കാം. ഓക്കെ, ഇതിപ്പോൾ സെയിം ലെയറിലായി. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചും കൂടെ ഒരു ഇവിടെ ചെയ്യുന്നു, സോറി, ഇതിൻ്റെ മേലെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ലെയർ നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരിത് വെച്ച പോലെ ഇല്ലേ? ആ ഒരു ഷെയ്ഡിങ് എഫക്റ്റൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക്
സോ എങ്ങനെയുണ്ട് എൻ്റെ ഡിസൈൻ? അപ്പോൾ നമുക്കിനി ഹെയർ ഓൺ ചെയ്യാം. ഹെയർ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ടോപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിൻ്റെ മേലെയായിട്ട്. അതിനെ ഞാൻ മേലെയായിട്ട് കൊടുത്തത് കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലെയായിട്ട് ഹെയർ വരണം, എന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെയാണ് എൻ്റെ പുതിയ ഒരു ഡ്രസ്സ്. ഞാനൊരു ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്തു, അതെൻ്റെ സ്വന്തം ഒരു ഗാർമെൻ്റ് ആക്കി. എനിക്ക് വേണമെങ്കിൽ ഇതിലൊരു ലേസൊക്കെ ഇങ്ങനെ കൊടുക്കാം, നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താക്കുക, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ്ങിങ്സൊക്കെ കൊടുക്കാം. ഞാനിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ക്ലാസിക് ലൈബ്രറിയിൽ സ്പ്രേ പെയിൻസിൽ ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കാം, ഭംഗിയാവോ ഇല്ലേ എന്നുള്ളതേ ഒന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ വൈറ്റ് ആക്കാം കേട്ടോ, കളറ്. പ്യുവർ വൈറ്റ്, ഇതൊരു പ്യുവർ വൈറ്റ്. ഓക്കെ, പ്യുവർ വൈറ്റ്. ഒരു ഹാങ്ങിങ് പോലെ. അപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗിയായില്ല. അതിൻ്റെ അടിയിലായിട്ട് ഓക്കെ, ഒന്നും വല്ലാതെ കൊടുക്കണ്ട, അതിൻ്റെ അടിയിലായിട്ട് മാത്രം ഒരു ഹാങ്ങിങ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും ഇങ്ങനെ കൊടുത്ത് നോക്കാം. ഇത് ഭംഗി ഉണ്ടെങ്കിൽ അതങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ നമുക്കത് മാറ്റാം. നമ്മളിത് ഏത് ലെയറിലാണ് ചെയ്യണം നോക്കിയില്ല, നോക്കാം. ഓക്കെ, രസമല്ലേ കാണാൻ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതവിടെ നിന്നോട്ടെ അല്ലേ. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു ഗാർമെൻ്റായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ടൂള് ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞു, എങ്ങനെ അത് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ഗാർമെൻ്റ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് സിമ്പിളായ രീതിയിൽ പഠിച്ചു. ഓക്കെ, നമുക്ക് വെറുതെ ഇതിലൊന്ന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്, സൗന്ദര്യമല്ല, ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ആക്സസറീസൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, രസമുണ്ടോ ഇല്ലേ എന്നുള്ളതേ. അപ്പം അതിന് ഞാൻ ഇതേ ടൂൾ തന്നെ, ഡ്രിപ്പ് ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട്, ടൂളല്ല, ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്ലെസ്സും ആങ്ക്ലെറ്റും ബ്രേസ്ലെറ്റും ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഹെയർ സ്റ്റൈലൊന്ന് ഞാനിവിടെ ഇതാക്കുന്നുണ്ട്. ഒരു ലെയർ ഇതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. ഈ ലെയറിൽ നമുക്ക് ജസ്റ്റ് ഞാൻ നോക്കുകയാണെ ഭംഗിയുണ്ടെങ്കിൽ വെക്കാം. ഓക്കെ, രസമുണ്ടല്ലേ. പിന്നെ നമുക്ക് കയ്യിലൊരു ബ്രേസ്ലെറ്റും കൊടുക്കാം. അയ്യോ, ബ്ലാക്കായി. കൈ പിന്നെ കാണുന്നില്ലല്ലോ, അതുപോലെ ഇവിടെയും കൊടുക്കാം. രസമുണ്ടല്ലേ. നമുക്ക് ഹെയർ സ്റ്റൈൽ ഓൺ ചെയ്യാം. അത് കണ്ടോ, ഹെയർ സ്റ്റൈലിൻ്റെ മേലെയാണ് ഈ ലെയർ വന്നത്, അതാണ് ഈ പ്രശ്നം. നമുക്കിതിൽ താഴെ കൊടുക്കാം. അയ്യോ, താഴെ കൊടുക്കുമ്പോൾ ഇതൊക്കെ പോയില്ലേ. ഓക്കെ, ഓക്കെ, ഇപ്പം ശരിയായി.
അങ്ങനെ ലെയേഴ്സ് നമ്മൾ പ്രശ്നം തോന്നുകയാണെങ്കിൽ ഒന്ന് സെറ്റാക്കിയാൽ മതി, ഏതിൻ്റെ മേലെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രോക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. കളറ് നമുക്ക് കുറച്ച് വേറെ ഏതെങ്കിലും കളറ് കൊടുത്ത് നോക്കാം. ഒരു ക്രീം കളർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഈ ഒരു കളർ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇനി കുറച്ച് ഡാർക്ക് കളറ് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു കളറിൽ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളറ്. ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട്? ഇതിപ്പോൾ എൻ്റെ ഡിസൈനാണ്. ഇത് നമുക്ക് ഇനി ഒന്ന് റിയലിസ്റ്റിക് ആക്കിയിട്ട് നോക്കാം. റിയലിസ്റ്റിക് ഇമേജ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും ഇതൊരു റാമ്പ് വോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ. കറക്റ്റ് ചിലപ്പോൾ ഇത് തന്നെ കിട്ടില്ല. നമ്മൾ AI ജനറേറ്റഡ് ആക്കിയിട്ടൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും റിയലിസ്റ്റിക് ആകുമ്പോൾ ഈ ഒരു ഗാർമെൻറ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഞാനിപ്പോൾ എൻ്റെ രീതിയിൽ ക്ലാസ്സസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട സെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അതുപോലെ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.